പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ ഞങ്ങളുടെ പിതാവേ, എല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സകലരുടെയും പ്രയാസങ്ങളും ഭാരങ്ങളും എല്ലാ രോഗങ്ങളും നിങ്ങളെ നിന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏൽപ്പിച്ചുകൊണ്ട് എൻ്റെ തിരുവചനം ഇന്ന് ഫിലിപ്പർ 2 സ്തോത്രഹാലയിലെ 14-15 വാക്യമാണ് എല്ലാവർക്കും വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, 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 ഹല്ലേലൂയ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളെ ദൈവമല്ല തിരുവള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്തരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകൾ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയല്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാവും. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴുകേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളുടെ എല്ലാവരോടും കൂടെ സന്തോഷിക്കും. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പിൻ, എന്നോടുകൂടെ സന്തോഷിപ്പിൻ. ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാവർക്കും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രയാസവും നിങ്ങൾ ദൈവത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിനും പ്രാർത്ഥനയിലും അപേക്ഷയിലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എപ്പോഴും സന്തോഷിപ്പിൻ, എല്ലാറ്റിനും പ്രാർത്ഥിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ എന്നാണ് ദൈവം പറയുന്നത്. സ്തോത്ര, ഹല്ലേലൂയ. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായത് ഒക്കെയും ഘനമായത് ഒക്കെയും നീതിമായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ, എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. സർവശക്തനായ ദൈവമേ, എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെ വേദനകളും ദൈവമേ ഏറ്റെടുത്ത എൻ്റെ ദൈവമേ, ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങളുടെ പാവങ്ങളെ കഴുകിയ ക്രൂശിക്കപ്പെട്ട ദൈവമേ, ഇന്നും ജീവിക്കുന്ന ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന ഓരോരുത്തരെയും എൻ്റെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനയും ഉപവാസവും എൻ്റെ ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിക്കുന്നു. ആമേൻ.